ഒരു മനുഷ്യൻ ഇല്ലാതായാൽ അയാളുടെ ഓർമ്മകളും സ്വപ്നങ്ങളും എത്ര നാൾ ഭൂമിയിൽ അവശേഷിക്കും? ദിവസങ്ങൾ, മാസങ്ങൾ, അതോ ഏതാനും വർഷങ്ങളോ? എന്നാൽ നാം ദിവസവും വാഹനങ്ങളിൽ ചീറിപ്പായുന്ന ഒരു വലിയ നാഷണൽ ഹൈവേയുടെ കട്ടിയുള്ള ടാറിട്ട റോഡിന്റെ 10 അടി താഴെ ഒരു പെൺകുട്ടിയുടെ ശരീരം 5 വർഷത്തോളം ആരും അറിയാതെ ഒളിഞ്ഞുകിടന്നിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു? കേൾക്കുമ്പോൾ ഒരു ക്രൈം ത്രില്ലർ സിനിമയിലെ കഥയെന്ന് തോന്നാം. എന്നാൽ ഇത് ഛത്തീസ്ഗഡിലെ കോർബ നഗരത്തെ നടുക്കിയ ഇന്ത്യൻ കുറ്റാന്വേഷണ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിചിത്രവും ദാരുണവുമായ ഒരു യഥാർത്ഥ കൊലപാതകത്തിന്റെ കഥയാണ്. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ക്രൂരതയുടെയും ആരും കാണാതെ പോയ കണ്ണീരിന്റെയും ഒടുവിൽ അസാധ്യമായ ഒരിടത്തു നിന്ന് സത്യം വിളിച്ചോതിയ ശാസ്ത്രത്തിന്റെയും കഥ. കാണാം ഒരു നാൾ ഒരിടത്തൊരിടത്ത്. ഒക്ടോബർ 21 ഒരു ഞായറാഴ്ച. 25-കാരിയായ സൽമ സുൽത്താനയ്ക്ക് അന്ന് പതിവ് പോലെ തിരക്കേറിയ ഒരു പ്രഭാതമായിരുന്നു. ഛത്തീസ്ഗഡിലെ ഒരു സാധാരണ മധ്യവർഗ കുടുംബത്തിൽ ജനിച്ച് സ്വന്തം കഠിനാധ്വാനവും അർപ്പണബോധവും കൊണ്ട് മാത്രം ഒരു പ്രമുഖ TV ചാനലിലെ വാർത്താ അവതാരക എന്ന നിലയിലേക്ക് വളർന്ന പെൺകുട്ടിയായിരുന്നു സൽമ. പ്രതിഭയും സൗന്ദര്യവുമുള്ള അവൾക്ക് ആകാശത്തോളമുള്ള വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. തന്റെ കുടുംബത്തെ നല്ല നിലയിലാക്കണമെന്നും മാധ്യമരംഗത്ത് ഉയരങ്ങൾ കീഴടക്കണമെന്നും അവൾ ആഗ്രഹിച്ചു. അന്ന് രാവിലെ 7 മണിക്ക് പതിവ് പോലെ ഓഫീസിലേക്ക് പോകാനായി അവൾ വീട്ടിൽ നിന്നിറങ്ങി. ബസ്സിലായിരുന്നു അവളുടെ സ്ഥിരം യാത്രകൾ. മകൾ എന്നും രാവിലെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് വാർത്തകൾ വായിക്കുന്നത് കാണുന്നത് അവളുടെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. അന്ന് രാവിലെ 10 മണിയുടെ വാർത്താ ബുള്ളറ്റിൻ. സൽമയുടെ അച്ഛനും അമ്മയും പതിവ് പോലെ ചാനലിന് മുന്നിൽ കാത്തിരിക്കുകയാണ് മകളുടെ മുഖം സ്ക്രീനിൽ തെളിയുന്നത് കാണാൻ. എന്നാൽ സ്ക്രീനിൽ തെളിഞ്ഞത് സൽമയായിരുന്നില്ല, അപരിചിതയായ മറ്റൊരു പെൺകുട്ടിയായിരുന്നു. ചാനലിലെ പെട്ടെന്നുള്ള തിരക്കോ ഷിഫ്റ്റിലെ മാറ്റമോ കാരണം മറ്റാരെങ്കിലും വാർത്ത ഏൽപ്പിച്ചതാകാമെന്ന് കരുതി ആ വൃദ്ധരായ മാതാപിതാക്കൾ സ്വയം ആശ്വസിച്ചു. എന്നാൽ സമയം കടന്നുപോയി. വൈകുന്നേരം 4 മണിയുടെ വാർത്താ ബുള്ളറ്റിനിലും സൽമയെ കാണാതായതോടെ ആ ദമ്പതികളുടെ നെഞ്ചിൽ തീ കോരിയിട്ടതുപോലെയായി. സൽമ ഒരിടത്തും സമയം തെറ്റിക്കുന്നവളായിരുന്നില്ല. നേരം ഇരുട്ടി വെളുത്തിട്ടും സൽമ തിരിച്ചെത്തിയില്ല. അവളുടെ മൊബൈൽ ഫോണിലേക്ക് നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നെങ്കിലും അത് സ്വിച്ച് ഓഫ് എന്ന മറുപടി മാത്രമാണ് നൽകിയത്. ഒടുവിൽ പരിഭ്രാന്തരായ മാതാപിതാക്കൾ ചാനൽ ഓഫീസിലേക്ക് നേരിട്ട് വിളിച്ചു. അവിടെ നിന്നാണ് അവർ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം അറിയുന്നത്. സൽമ അന്ന് ഓഫീസിലെത്തിയിട്ടേയില്ലായിരുന്നു. അതോടെ ആ കുടുംബത്തിന്റെ ലോകം തകർന്നു. ഭയന്നു വിറച്ച ആ മാതാപിതാക്കൾ ഉടൻ തന്നെ ഒട്ടും സമയം കളയാതെ പ്രാദേശിക പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് ആ തിരോധാനത്തെ വളരെ നിസ്സാരമായാണ് കണ്ടത്. അവൾക്ക് പ്രായപൂർത്തിയായതല്ലേ, ഏതെങ്കിലും കാമുകനൊപ്പം ഒളിച്ചോടിയതാകും എന്നായിരുന്നു പോലീസിന്റെ ആദ്യ നിഗമനം. പോലീസിന്റെ ഈ അനാസ്ഥയും നിസ്സംഗതയും കേസിനെ പൂർണ്ണമായും വഴിതിരിച്ചു. കാമുകനൊപ്പം പോയതാണെന്ന പോലീസിന്റെ കഥകൾ നാട്ടിൽ പരന്നതോടെ ആ കുടുംബം കടുത്ത മാനസിക വിഷമത്തിലായി. സ്വന്തം മകളെക്കുറിച്ചുള്ള ആധിയും സമൂഹത്തിന്റെ കുറ്റപ്പെടുത്തലുകളും പോലീസിന്റെ അവഗണനയും ആ വൃദ്ധനായ പിതാവിനെ മാനസികമായും ശാരീരികമായും തളർത്തിക്കളഞ്ഞു. തന്റെ മകൾക്ക് യഥാർത്ഥത്തിൽ എന്തു പറ്റിയെന്നറിയാതെ, അവളുടെ ഒരു നോക്കുപോലും കാണാനാകാതെ, ഒടുവിൽ മകളുടെ തിരിച്ചുവരവനായി കാത്തു നിൽക്കാതെ ആ പിതാവ് മരണത്തിന് കീഴടങ്ങി. സൽമയുടെ തിരോധാനത്തിന് പിന്നിലെ സത്യം കണ്ടെത്താനാകാതെ വർഷങ്ങൾ 5 അങ്ങനെ കടന്നുപോയി. സൽമ എന്ന പേര് ജനങ്ങളും മാധ്യമങ്ങളും പോലീസും പതുക്കെ മറന്നു. 2023 മെയ് മാസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ കോർബയിലെ പോലീസ് സ്റ്റേഷനിൽ ചാർജ് എടുത്ത റോബിൻസൺ എന്ന IPS ഉദ്യോഗസ്ഥന്റെ മുന്നിലേക്ക് സ്റ്റേഷനിലെ പൊടി പിടിച്ച പഴയ ഫയലുകൾ എത്തി. തെളിയിക്കപ്പെടാത്ത കേസുകൾ എന്ന കട്ടിപ്പേരുള്ള വിഭാഗത്തിലേക്ക് കിടന്നിരുന്ന സൽമയുടെ 5 വർഷം പഴക്കമുള്ള ഫയൽ അദ്ദേഹം ആകസ്മികമായി തുറന്നു. കേവലം ഒരു സാധാരണ പെൺകുട്ടി കാമുകനൊപ്പം ഒളിച്ചോടിയതായി എഴുതിത്തള്ളിയ ആ കേസിൽ എന്തൊക്കെയോ അസ്വാഭാവികതയും ദുരൂഹതയും ഒളിഞ്ഞുകിടക്കുന്നതായി ആ സമർത്ഥനായ ഓഫീസർക്ക് തോന്നി. കാരണം സ്വന്തം കരിയറിൽ ഇത്രയും തിളങ്ങി നിന്ന ഒരു പെൺകുട്ടി മാതാപിതാക്കളെ പൂർണ്ണമായും ഉപേക്ഷിച്ച് യാതൊരു സൂചനയും നൽകാതെ അപ്രത്യക്ഷമാകില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. റോബിൻസൺ IPS ആ കേസ് പുനരാരംഭിക്കാൻ ഉത്തരവിട്ടു. ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് സൽമയുടെ കാണാതായ ദിവസത്തെ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡുകൾ അവർ വീണ്ടും അരിച്ചുപെറുക്കി. അവിടെയാണ് വർഷങ്ങളായി ഒളിച്ചു വെച്ചിരുന്ന ആ നിർണായക തെളിവ് പുറത്തു വരുന്നത്.
2018 ഒക്ടോബർ 21 രാവിലെ കൃത്യം 9 മണിക്ക് സൽമയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ അതേ സമയത്ത് മധു സാഹു എന്നൊരു ജിം പരിശീലകന്റെ മൊബൈൽ ഫോണും അതേ ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. മാത്രമല്ല, അതിനു മുൻപുള്ള ദിവസങ്ങളിൽ ഇവർ തമ്മിൽ നിരന്തരം സംസാരിച്ചിരുന്നതായും വ്യക്തമായി. പോലീസ് ഒട്ടും സമയം കളയാതെ മധു സാഹുവിനെ രഹസ്യമായി നിരീക്ഷിക്കുകയും പിന്നീട് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ആദ്യമൊക്കെ തനിക്ക് സൽമയെ അറിയില്ലെന്നും കേവലം ഒരു ജിം പരിചയം മാത്രമാണുള്ളതെന്നും പറഞ്ഞ് അയാൾ ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചു. എന്നാൽ ശാസ്ത്രീയമായ തെളിവുകളും ടവർ ലൊക്കേഷൻ വിവരങ്ങളും മുന്നിൽ നിരത്തിക്കൊണ്ടുള്ള പോലീസിന്റെ മൂന്നാം മുറയ്ക്ക് മുന്നിൽ അയാൾക്ക് അധിക നേരം പിടിച്ചു നിൽക്കാനായില്ല. അയാളുടെ മുഖത്ത് വിയർപ്പ് പൊടിഞ്ഞു, വാക്കുകൾ പതറി. ഒടുവിൽ 5 വർഷമായി കോൺക്രീറ്റ് കാടുകൾക്കുള്ളിൽ താൻ മൂടിവെച്ചിരുന്ന ആ ക്രൂരമായ സത്യം അയാൾ പോലീസിന് മുന്നിൽ വിളിച്ചു പറഞ്ഞു. മധു സാഹു നേരത്തെ തന്നെ വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമായിരുന്നു. എന്നാൽ ജിമ്മിൽ വെച്ചുള്ള പരിചയം സൽമയുമായി രഹസ്യ പ്രണയത്തിലാകാൻ കാരണമായി. സൽമയ്ക്ക് അയാളുടെ വിവാഹത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നില്ല. സ്വന്തമായി ഒരു വലിയ ജിം തുടങ്ങണമെന്ന മധുവിന്റെ ആഗ്രഹത്തിന് സൽമ തന്റെ പേരിൽ വലിയ തുക ബാങ്ക് വായ്പ എടുത്ത് 7 ലക്ഷം രൂപ നൽകി സഹായിച്ചിരുന്നു. എന്നാൽ കാലക്രമേണ മധുവിന്റെ സ്വഭാവത്തിൽ സൽമയ്ക്ക് സംശയങ്ങൾ തോന്നി തുടങ്ങി. തന്നെ നിയമപരമായി വിവാഹം കഴിക്കണമെന്ന് സൽമ മധുവിനോട് കർശനമായി ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ തങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും പണം വാങ്ങിയതിനെക്കുറിച്ചും മധുവിന്റെ ഭാര്യയോട് നേരിട്ട് പറയുമെന്നും അവൾ ഭീഷണിപ്പെടുത്തി. ഇതോടെ സൽമ തന്റെ കുടുംബജീവിതത്തിനും കരിയറിനും ഒരു ബാധ്യതയാകുമെന്ന് മധു ഉറപ്പിച്ചു. അവളെ ഒഴിവാക്കാൻ അയാൾ ക്രൂരമായ പദ്ധതി തയ്യാറാക്കി. 2018 ഒക്ടോബർ 21 രാവിലെ ഓഫീസിലേക്ക് പോകാനായി ബസ് കാത്തുനിന്ന സൽമയുടെ മുന്നിലേക്ക് മധുവും അവന്റെ 2 കൂട്ടുകാരും ഒരു കാറിലെത്തി. വഴിയിൽ വെച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവർ സൽമയെ നിർബന്ധിച്ച് കാറിൽ കയറ്റി. കാറ് വിജനമായ വഴിയിലേക്ക് നീങ്ങിയതോടെ അവർ തമ്മിൽ കടുത്ത വാക്കുതർക്കമുണ്ടായി. താൻ ഭാര്യയോട് എല്ലാം പറയുമെന്ന് സൽമ ആവർത്തിച്ചതോടെ മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെ മധു കൂടെ കരുതിയിരുന്ന ഒരു കട്ടിയുള്ള കയറെടുത്ത് കാറിനുള്ളിൽ വെച്ച് സൽമയുടെ കഴുത്തിൽ മുറുക്കി. കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കൾ അവളുടെ കൈകാലുകൾ അനങ്ങാനാകാത്ത വിധം അമർത്തിപ്പിടിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ ആകാശത്തോളം സ്വപ്നങ്ങളുണ്ടായിരുന്ന ആ 25-കാരിയുടെ ജീവനും ശ്വാസവും ആ കാറിനുള്ളിൽ ഒതുങ്ങി. കൊലപാതകം കഴിഞ്ഞു, ഇനി മൃതദേഹം എന്തു ചെയ്യും? അവിടെയാണ് മധു സാഹു തന്റെ സാത്താൻ ബുദ്ധി ഉപയോഗിച്ചത്. അക്കാലത്ത് കോർബാദാരി റോഡ് വലിയൊരു നാഷണൽ ഹൈവേ ആയി വികസിപ്പിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയായിരുന്നു. വലിയ JCB മെഷീനുകൾ ഉപയോഗിച്ച് റോഡിന്റെ പല ഭാഗങ്ങളിലും 10 അടിയിലധികം താഴ്ചയുള്ള കുഴികൾ എടുത്തിട്ടുണ്ടായിരുന്നു. അർദ്ധരാത്രിയിൽ സൽമയുടെ മൃതദേഹവുമായി അവർ ആ നിർമ്മാണ സ്ഥലത്തെത്തി. ആരും കാണാതെ ആ വലിയ കുഴിയിലേക്ക് സൽമയുടെ ശരീരം അവർ തള്ളി. മുകളിൽ മണ്ണും കല്ലും നിരത്തി മൂടി. കൃത്യം 3-ാം ദിവസം ആ സ്ഥലത്ത് വലിയ മെഷീനുകൾ വന്ന് കല്ലും ടാറും നിരത്തി റോഡ് നിർമ്മാണം പൂർത്തിയാക്കി. ദിവസങ്ങൾക്കുള്ളിൽ അതൊരു 4 വരി പാതയായി മാറി. സൽമയുടെ ശരീരം ആ ഹൈവേയുടെ അടിയിൽ ആർക്കും കണ്ടെത്താനാകാത്ത വിധം എന്നേക്കുമായി ഉറങ്ങി. മധുവിന്റെ കുറ്റസമ്മതം കേട്ട് പോലീസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. കാരണം അയാൾ പറയുന്ന കൊലപാതക സ്ഥലം ഇപ്പോൾ വെറുമൊരു മൺപാതയല്ല, ദിവസവും 10,000-കണക്കിന് വാഹനങ്ങൾ ചീറിപ്പായുന്ന വലിയൊരു നാഷണൽ ഹൈവേ ആണ്. 5 വർഷം മുൻപ് ടാറിനടിയിൽ കുഴിച്ചിട്ട ഒരു മൃതദേഹം എങ്ങനെ കണ്ടെത്തും? കൃത്യമായ സ്ഥലം എവിടെയെന്ന് മധുവിനും ഓർമ്മയുണ്ടായിരുന്നില്ല. ഒരു ഹൈവേ മുഴുവൻ തോണ്ടിയെടുക്കുക എന്നത് അസാധ്യമായിരുന്നു. ഇവിടെയാണ് IPS ഓഫീസർ റോബിൻസൺ ശാസ്ത്രത്തിന്റെ അത്യാധുനിക സഹായം തേടിയത്. കോടതിയുടെയും ഹൈവേ അതോറിറ്റിയുടെയും പ്രത്യേക അനുമതിയോടെ അവർ ഇന്ത്യയിൽ അപൂർവമായി മാത്രം ഉപയോഗിക്കുന്ന തെർമൽ റഡാർ 3D സ്കാനിംഗ് സാങ്കേതിക വിദ്യ കോർബയിലേക്ക് എത്തിച്ചു. വിദഗ്ധ സംഘം ഹൈവേയുടെ പല ഭാഗങ്ങളിലായി റഡാർ സ്കാനറുകൾ ഉപയോഗിച്ച് ഭൂമിയുടെ അടിയിലേക്ക് തരംഗങ്ങൾ കടത്തിവിട്ട് പരിശോധന നടത്തി. മണിക്കൂറുകൾ നീണ്ട നിശബ്ദമായി തിരച്ചു. ഒടുവിൽ ഒരു നിശ്ചിത പോയിന്റിൽ എത്തിയപ്പോൾ റഡാർ മെഷീൻ ശക്തമായ ബീപ്പ് സൗണ്ട് പുറപ്പെടുവിച്ചു. മണ്ണിനടിയിൽ ഒരു മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടമുണ്ടെന്ന സൂചന സ്ക്രീനിൽ തെളിഞ്ഞു. പോലീസ് ഉടൻ തന്നെ ആ ഭാഗത്തെ ഗതാഗതം തടഞ്ഞു. വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ അവിടെ എത്തി ഹൈവേയുടെ കട്ടിയുള്ള കോൺക്രീറ്റും ടാറും തുരന്നു മാറ്റാൻ തുടങ്ങി. 10 അടിയോളം താഴേക്കും മണ്ണു മാറ്റിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. 5 വർഷമായി കോൺക്രീറ്റ് കല്ലുകൾക്കിടയിൽ ശ്വാസം മുട്ടിക്കിടന്ന സൽമയുടെ അസ്ഥികൂടം അവിടെ തെളിഞ്ഞു വന്നു. അവളന്ന് കയ്യിൽ കരുതിയിരുന്ന ലേഡീസ് ബാഗും ഒരു ജോഡി ചെരുപ്പും കേടുപാടുകളില്ലാതെ അവിടെ തന്നെ ഉണ്ടായിരുന്നു.
പിന്നീട് നടത്തിയ DNA പരിശോധനയിൽ അത് സൽമ സുൽത്താനയുടെ തന്നെ അവശിഷ്ടങ്ങളാണെന്ന് ശാസ്ത്രീയമായി സ്ഥിരീകരിച്ചു. കോൺക്രീറ്റിനും ടാറിനുമടിയിൽ സത്യത്തെ എന്നേക്കുമായി കുഴിച്ചു മൂടാമെന്ന് കരുതിയ മധു സാഹുവും അവന്റെ കൂട്ടാളികളും ഒടുവിൽ നിയമത്തിനു മുന്നിൽ കുടുങ്ങി. അവർക്ക് കോടതി അർഹമായ ശിക്ഷയും നൽകി. മകൾക്ക് നീതി കിട്ടുന്നത് കാണാൻ അവളുടെ പ്രിയപ്പെട്ട പിതാവ് ഈ ലോകത്ത് ബാക്കിയുണ്ടായിരുന്നില്ല എന്നത് വലിയൊരു സങ്കടമാണ്. എങ്കിലും 5 വർഷങ്ങൾക്ക് ശേഷം ജനങ്ങൾ ചീറിപ്പായുന്ന ആ വലിയ ഹൈവേയുടെ ഇരുണ്ട ആഴങ്ങളിൽ നിന്ന് സൽമയുടെ ആത്മാവ് ഒടുവിൽ നീതി ഏറ്റുവാങ്ങി. ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നേ ഉള്ളൂ: എത്ര ആഴത്തിൽ, എത്ര ശക്തമായി കുഴിച്ചു മൂടിയാലും സത്യത്തിന്റെ ഒരു ചെറിയ കഷ്ണമെങ്കിലും ഒരു നാൾ പുറത്തു വരും. കാരണം പ്രകൃതിക്ക് കുറ്റകൃത്യങ്ങളോട് ഒരിക്കലും പൊരുത്തപ്പെടാനാകില്ല.